നമുക്കൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ സാമ്പാർ ഉണ്ടാക്കിയാലോ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സാമ്പാറാണ്. ഇതിൽ വേണ്ട കഷ്ണങ്ങൾ ഞാനിത് ഈ എടുത്ത് വെച്ചതൊക്കെ നമുക്കെടുക്കാം. പിന്നെ വേണ്ടത് പരിപ്പും പുളിയും, ഒരു അരക്കപ്പ് പരിപ്പും കുറച്ച് ഒരു നെല്ലിക്ക സൈസ് പുളിയും എടുത്തിട്ടുണ്ട്. പരിപ്പ് നല്ലോണം കഴുകിയതിന് ശേഷം ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് വേണ്ട പുളി നമുക്ക് പിഴിഞ്ഞെടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. അതിൻ്റെ കൂടെ നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് 2 വിസിൽ വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാൻ കൂടി മറക്കല്ലേ. ഇതിൽ ഞാൻ ഇടാൻ പോകുന്ന സ്പെഷ്യൽ സാധനമാണിത്. ഇത് നമ്മൾ ഉണക്കച്ചമീനില്ലേ, അതാണ്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകി വെള്ളം പിഴിഞ്ഞതിന് ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് ഉണക്കച്ചമീൻ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചൊരു റെഡിഷ് കളർ വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. പിന്നെ നമുക്ക് ഒരു പാനിൽ വീണ്ടും 1 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടുമ്പോൾ വെളുത്തുള്ളി ചേർക്കുക. ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കാം, അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം സവോള, ഞാൻ സവോളയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പിലയും 2 ചുവന്ന മുളകും, സാധാരണ നമ്മൾ താളിക്കൂല കറിക്കൊക്കെ, ആ സാധനങ്ങളൊക്കെ. അതൊന്ന് വഴണ്ടി വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് എടുത്ത് വെച്ച ഉണക്കച്ചമീനും കൂടെ ചേർത്ത് അതിന് ശേഷം അതിൽ നമുക്ക് 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർക്കുക. ഞാനിങ്ങനെയാണ് ഈസി ആയിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത്. ചിലവർ നേരെ ആ വേവിക്കുന്ന കുക്കറിലേക്ക് നേരെ ഇടും. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പം നമുക്കെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ കറക്റ്റായിരിക്കും. ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കുമ്പം കറീൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും. അപ്പം ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പുണ്ടോയെന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സാമ്പാർ ഇവിടെ റെഡി.